ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ബെൻസി. നമ്മുടെ ചാനൽ നെയിം ഹെൽപ്പ് മീ ലോഡ്. ഇന്നത്തെ ഈ വീഡിയോ കവർ ഫോട്ടോ വായിച്ചപ്പോൾ മനസ്സിലായല്ലോ, മാസങ്ങളായി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ചോദിക്കുന്നതുമാണ് അകാല നരയാണ് വിഷയം. ചില കൊച്ചു കുഞ്ഞുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ, അതുപോലെ 20-21 വയസ്സൊക്കെ ആയപ്പോൾ വരെ നരയുള്ളവരുണ്ട്. എനിക്ക് കുറേ കമൻസ് വരാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എന്താ കാരണമെന്ന് നമുക്കറിയില്ല. അത് നല്ല വെള്ളമല്ലാത്തതാണോ, പാരമ്പര്യമാണോ, ഫുഡ് പ്രോബ്ലം ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി വിശദമായി ഞാൻ പറഞ്ഞ് വീഡിയോ നീളം കൂട്ടുന്നില്ല. കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് പറയണമെങ്കിൽ ഒത്തിരി നീളം കൂടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വിഷയത്തിലേക്ക് പോകാം. പാരമ്പര്യമായി നരയുടെ പ്രശ്നമുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞിലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ശീലമാക്കുക. ഇതിൽ പറയുന്ന എണ്ണകൾ ശീലമാക്കുക. നല്ല വ്യത്യാസം കിട്ടും. മുടിക്ക് കറുത്ത കളർ കിട്ടാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട 2 സാധനങ്ങളാണ് കറിവേപ്പിലയും നെല്ലിക്കയും. എണ്ണ കാച്ചുമ്പോൾ ഒന്നുകിൽ കറിവേപ്പില അല്ലെങ്കിൽ നെല്ലിക്ക, ഇതിൽ ഏതേലും ഇട്ട് കാച്ചുക. ഇത് നര ഇല്ലാതാക്കാൻ വളരെയധികം സഹായിക്കുന്ന എണ്ണകളാണ്. ഇത് എണ്ണയിൽ ഇടുന്നത് കൂടാതെ നമ്മുടെ ആഹാരത്തിലും കറിവേപ്പില എത്രയും കഴിക്കാമോ അത്രയും അകമേ കൂടി പോകണം. അതുപോലെ നെല്ലിക്കയും എത്രയും കഴിക്കാമോ പച്ചയ്ക്ക് അത്രയും അകമേയും പോകട്ടെ. എന്നാലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. എണ്ണ കാച്ചുമ്പോൾ പറ്റുമെങ്കിൽ, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു യഥാർത്ഥത്തിൽ എണ്ണ കാച്ചേണ്ട വിധം. ആ രീതിയിൽ കാച്ചാൻ ശ്രമിക്കുക. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കാരണം ഈ കറിവേപ്പിലയുടെയും നെല്ലിക്കയുടെയും ഒക്കെ എത്രയും സത്ത് ഇറങ്ങാമോ അത്രയും സത്തിറങ്ങി നമുക്ക് ഗുണം കിട്ടണം. അങ്ങനെ പറ്റില്ല എങ്കിൽ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയിട്ട് അത് നല്ലതുപോലെ ഫ്രൈ ആയി കറുത്ത നിറം ആകുന്നത് വരെ തിളപ്പിക്കുക. ഉടൻ അരിച്ചെടുക്കരുത്. ഒരു ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം അരിച്ചെടുത്ത് കുപ്പിയിലാക്കാം. ഇത് ഡെയിലി യൂസ് ചെയ്യണം. 1-2 മാസം പോരാ, കുറേ മാസങ്ങൾ ഉപയോഗിക്കുക. നല്ല റിസൾട്ട് കിട്ടും. കറിവേപ്പില എത്ര ഇടണമെന്ന് കണക്കില്ല. കൂടുതലിട്ടാലും ഒരു പ്രശ്നവുമില്ല. ഇനി പച്ചക്കറിവേപ്പില ഇല്ല എങ്കിൽ ഉണക്കി പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. കറിവേപ്പില അരച്ച് എണ്ണയിൽ ചേർത്ത് വേണേലും എണ്ണ ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അതിലൊന്നും പറയുന്നില്ല. കാരണം ഞാനൊരു മെത്തേഡ് ഇട്ടിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയാണോ ഫോളോ ചെയ്യുന്നത് ആ രീതി ചെയ്തോ, കുഴപ്പമില്ല. കാരണം പല നാട്ടിലും പലരും പല രീതിയിലാണ് എണ്ണ കാച്ചുന്നത്. വെളുത്ത മുടി കറക്കണേൽ അത് 1-2 ദിവസങ്ങൾ കൊണ്ട് നടക്കില്ല. അതിന് കുറച്ച് ടൈം വേണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും ഞാൻ തരില്ല. 3 ദിവസം കൊണ്ട് മാറ്റാം, 1 മാസം കൊണ്ട് മാറ്റാം, ഒരിക്കലും പറ്റില്ല. വെളുത്ത മുടി കറുത്തു തുടങ്ങണേൽ അത് കുറേ ടൈം വേണം. അത് മാസങ്ങൾ നമ്മുടെ ഡെയിലി റുട്ടീനായി ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ മറക്കരുത്. ഇനി അടുത്തത് നെല്ലിക്ക. ഇതുപോലെ തന്നെ അകാല നരയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് നെല്ലിക്കയെന്ന് ഞാൻ പറഞ്ഞു. മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും നിറം നൽകാനും ഈ നെല്ലിക്കയ്ക്കും കഴിയും. നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തണലത്തിട്ട് ഉണക്കണം. വെയിലത്തിട്ട് ഉണക്കല്ലേ, തണലത്തിട്ട് ഉണക്കും. അതൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. ഇത് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ തിളപ്പിക്കുക. ഈ നെല്ലിക്ക കഷ്ണങ്ങൾ നല്ല ഫ്രൈ ആയി കറുത്ത് അതൊന്ന് പൊടിച്ച് നോക്കുമ്പോൾ പൊടിയുന്നത് വരെ തിളപ്പിക്കണം. അതാണ് കണക്ക്. ഈ എണ്ണയും അകാല നരയ്ക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ്. അപ്പോൾ ഈ 2 എണ്ണകളിൽ ഏതെങ്കിലും ട്രൈ ചെയ്യുക. ഇനി രണ്ടും ഒരുമിച്ചിട്ടാലോ എന്ന് ചോദിച്ചാൽ വേണേൽ ഇട്ടോ. പക്ഷേ പ്രത്യേകം എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇത് കൂടാതെ ഞാൻ ചില പൊടിക്കൈകൾ പറയാം. ചെയ്യാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ ചെയ്യുക. നെല്ലിക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം, അത് തണുത്തതിന് ശേഷം ഇത് ഉപയോഗിച്ച് നിത്യവും തല കഴുകുക. നെല്ലിക്ക തൈരിൽ അലിയിച്ച് തലയിൽ തേക്കുക. അതായത് നെല്ലിക്ക ഉണങ്ങി പൊടിച്ചതാണെങ്കിൽ അത്, പച്ച നെല്ലിക്കയാണെങ്കിൽ അത് അരച്ച് തൈരിൽ മിക്സ് ചെയ്ത് തേക്കുക. ഇതൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. ഇപ്പം ചോദ്യം വരും, അയ്യോ തൈര് മുടി നരയ്ക്കില്ലേ, അങ്ങനെ വരില്ലേ, ഇങ്ങനെ വരില്ലേ എന്നൊക്കെ. എനിക്കതേക്കുറിച്ച് അറിയില്ല. കാരണം എനിക്കറിയാവുന്നത് ഈ പാലുൽപ്പന്നമായ തൈരിലുള്ള ലാക്റ്റിക് ആസിഡ് നമ്മുടെ തലയോട്ടിയിൽ അടിഞ്ഞുകൂടുന്ന മൃതകോശങ്ങളെ നീക്കം ചെയ്യും. ഇത് മുടിയുടെ വളർച്ച വേഗത്തിലാകും. പല ബ്യൂട്ടി ടിപ്സിലും ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. തേൻ, ആവണക്കെണ്ണയും തേനും പുരട്ടണമെന്ന് പറയുന്നുണ്ട്. തൈര് തേക്കണമെന്ന് പറയുന്നുണ്ട്. നെയ്യ് തേക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞാലൊരു 100 ചോദ്യം വരും. അതിനൊന്നും കറക്റ്റ് മറുപടി എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നുള്ളത് സവാള നീര്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സവാള നീര് പുരട്ടിയാൽ
മുടി വളരും, താരൻ മാറും, മുടി കൊഴിച്ചിൽ നിൽക്കും, നര മാറും, നല്ല കറുത്ത മുടി കിട്ടും. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യാറില്ല. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ സ്മെല്ല് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും സഹിക്കാൻ പറ്റില്ല. അതാ പ്രശ്നം. അപ്പോൾ ഈ സവാള നീര് പുരട്ടുമ്പോൾ സ്മെൽ കുറയാൻ എനിക്ക് ആരോ ഒരാൾ കമൻ്റ് ഇട്ടിരുന്നു. അതിൽ ലേശം തേനിൽ ചാലിച്ച് ഇത് തലയിൽ പുരട്ടിയാൽ അധികം സ്മെല്ല് എടുക്കില്ല എന്ന്. പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കല്ലാതെ വേറെ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സ്മെല്ല് പറ്റില്ല, അത് എനിക്കും അറിയാം. പിന്നുള്ളത് തേയില വെള്ളം ഉണ്ടാക്കി അത് തണുത്ത ശേഷം ആ വെള്ളം കൊണ്ട് മുടി കഴുകുക. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഒന്നുകൂടി പറയട്ടെ, എന്ത് ടിപ്പായാലും പാചകമായാലും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുവെങ്കിലും അവിശ്വാസത്തോടെ ചെയ്താൽ ഒരു റിസൾട്ടും കിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ വിശ്വാസത്തോടെ ചെയ്താൽ റിസൾട്ട് ഉറപ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരെ ബൈ, ഗോഡ് ബ്ലെസ് യു.